ആലപ്പുഴ ഷനോജ് വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. മുൻ വൈരാഗ്യത്തെ തുടർന്ന് പ്രസാദും മകൻ പ്രശാന്തും കൊട്ടേഷൻ സംഘത്തെ ഒപ്പം കൂട്ടി അയൽവാസിയായ ഷനോജിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആകെ 7 പേരാണ് കേസിലെ പ്രതികൾ. 2014 ജൂലൈ 4-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, ഈ എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്നാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും 7 പ്രതികളും കുറ്റക്കാര് എന്നുള്ളതാണ് ആലപ്പുഴ കോടതിയുടെ കണ്ടെത്തൽ. 2014 ജൂലൈ 4 ഉച്ച സമയത്തായിരുന്നു അതിക്രൂരമായ ഒരു കൊലപാതകം ആലപ്പുഴയിൽ നടന്നത്. ഈ സനോജ് എന്ന് പറയുന്ന യുവാവും അതുപോലെ തന്നെ ഇപ്പോ ഒന്നാം പ്രതിയായിട്ടുള്ള പ്രശാന്തും അതുപോലെ തന്നെ പ്രശാന്തിന്റെ അച്ഛൻ പൊടിയൻ, ഇവരുടെ പൊടിയന്റെ മകളുമായി സനോജിന് ബന്ധമുണ്ടായിരുന്നു. ഇരുവരും പ്രണയത്തിലായിരുന്നു. പ്രണയത്തെ തുടർന്ന് ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും 6 മാസം നാട്ടിൽ നിന്ന് മാറി താമസിക്കുകയും ചെയ്തു. പിന്നീട് ഈ പൊടിയൻ ഹേബിയസ് കോർപ്പസ് നൽകിയാണ് മകളെ തിരിച്ചു വിളിക്കുന്നത്. വിവാഹം കഴിച്ചു നൽകാൻ എന്നുള്ള വാക്കിലായിരുന്നു കോടതിയിൽ നിന്ന് മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീട് മകളെ ആലപ്പുഴയിൽ നിന്ന് മാറ്റുകയും മറ്റൊരു വിവാഹം കഴിച്ചു നൽകുകയും ചെയ്തു. അതിനുശേഷം തുടർച്ചയായി ഈ സനോജിനെ വധിക്കുമെന്നുള്ള ഭീഷണി ഇവർ മുഴക്കിയിരുന്നു. അങ്ങനെ അത്തരത്തിലുള്ള ഭീഷണി വയ്ക്കുന്ന സമയത്താണ് 2014 ജൂലൈ 4-ന് കൂലി ജോലിക്കാരനായിട്ടുള്ള സനോജ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മടങ്ങിയെത്തിയപ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഈ പൊടിയനും അതുപോലെ തന്നെ പൊടിയന്റെ മകനായിട്ടുള്ള പ്രശാന്തും ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ഗുണ്ടാ സംഘവുമായി എത്തിയിട്ടാണ് ആക്രമണം നടത്തിയത്. പ്രധാനമായും സനോജിനെ വെട്ടുകയും അതിനോടൊപ്പം ഇരുമ്പ് കൂടം കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇരുമ്പ് കൂടം കൊണ്ട് ഏറ്റ അടി മൂലമാണ് സനോജിന് മരണം സംഭവിക്കുന്നത്. ഏറെക്കാലം നീണ്ട വിചാരണയായിരുന്നു നടന്നത്. ഈ വിചാരണയിൽ അന്ന് മൊഴി നൽകിയ സാക്ഷികളെല്ലാം തന്നെ കോടതിയിൽ എത്തുകയും കൃത്യമായി മൊഴി നൽകുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ ഹേബിയസ് കോർപ്പസ് നൽകി മകളെ തിരിച്ചു വിളിച്ച അടക്കമുള്ള കാര്യങ്ങൾ പ്രധാന തെളിവുകളാവുകയും ചെയ്തു. അത്തരത്തിൽ തെളിവുകൾ മുഴുവൻ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതികൾ കുറ്റക്കാരെന്നുള്ള കാര്യത്തിലേക്ക് കോടതി എത്തുന്നത്. തുടർന്ന് ഈ വൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂരമായ കൊലപാതകം നടത്തിയതിനാണ് നിലവിൽ ഇപ്പോൾ 7 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. റൈറ്റ്, മനീഷാണ് വിവരങ്ങൾ നൽകിയത്.